വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഉണ്ടോ, വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കാച്ചിലസ്ത്രത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതുപോലെ ഇത് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഇപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ടിത് നല്ല ഒരു ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. കാച്ചിൽ എല്ലാ ഷുഗറും പ്രഷറും ഒക്കെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റും കാച്ചിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നല്ല കാച്ചിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ കാച്ചിലിൻ്റെ കുറച്ചെടുത്തൊന്ന് കണ്ടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. കാച്ചിലിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ കാച്ചിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നികക്കെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാച്ചിൽ അസ്ത്രമാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, അത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നികക്കയിൽ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയിട്ടിടാം. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് താഴെ മതി മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അധികം എരിവ് വേണ്ട ഈ അസ്ത്രത്തിന്, അതുകൊണ്ടാണ് ഈ ഒരു മുളക് പൊടി തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങൾക്ക് എരിവുള്ള വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നെടുകെ പൊളന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. പല നാട്ടിലും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാണ് ഇത് പിടിക്കാൻ പറ്റാത്തത്. എന്തായാലും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഗ്യാസ് കത്തിച്ചു, കുക്കർ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പം കുക്കറിൽ വെക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ കൽച്ചട്ടിയിലോ അല്ലാതെ ഏതെങ്കിലും ഒരു ചെരുവത്തിലോ ഒക്കെ ഇത് കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഗ്യാസ് ലാഭമുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും. കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല. പോഷകമൂല്യമൊന്നും നഷ്ടപ്പെടാതെ കിട്ടുന്നതാണ് നമുക്ക് പ്രഷർ കുക്കർ. അപ്പോൾ ഞാൻ കൂടുതലും കറികളൊക്കെ നിങ്ങൾക്കറിയാം പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കാറുള്ളത്. എന്തായാലും കുക്കർ അടച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സിമ്മയിലോട്ട് മാറ്റുവാണേ. ഒരു കുറച്ച് സമയം നമുക്ക് സിമ്മയിലിട്ടതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കാച്ചിൽ വേകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതുണ്ട് തേങ്ങയാണ്. കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ചില്ലി, അതായത് മുളക് പൊടി. അത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു 2-3 ചെറിയ വെളുത്തുള്ളിയാണ്, 2-3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കരിവേപ്പില തണ്ടും ഉണ്ട്. നമ്മൾ ഇത് അരയ്ക്കേണ്ടത് മിക്സിയുടെ ജാറിലൊന്ന് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ആയിട്ട് ആറിയിട്ടുണ്ട്. നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറക്കാം. ഇതാ നമ്മുടെ കാച്ചിലൊക്കെ നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അതുപോലെ നല്ല സ്മെല്ലാണ്. ഞാൻ അതിനാണ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ആ കാച്ചിൽ വെന്ത ഒരു മണമുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ്. അത് നല്ലൊരു മണമാണ്. അപ്പം നമുക്കത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. കണ്ടോ, എന്നാൽ അധികം അങ്ങ് വെന്തുടഞ്ഞിട്ടുമില്ല. എല്ലാ കാച്ചിലും നന്നായി വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് വേണം നമുക്കിതൊന്ന് വേണമെങ്കിൽ ഉടച്ചും കൊടുക്കാം. ഞാനിതൊന്ന് തവി വെച്ചൊന്ന് അമക്കി കൊടുക്കുവാണേ. ഇപ്പം നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞിട്ടില്ല, എന്നാൽ പാകത്തിനാണിത് വെന്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു
തരത്തിലാണ് നമ്മുടെ കാച്ചിൽ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ആ തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് അരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. തരിതരിപ്പായിട്ട് വേണം അരയ്ക്കാൻ. കണ്ടോ, ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചതുകൊണ്ട് നല്ലൊരു ലൂസുണ്ട് നമ്മുടെ കറിക്ക്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഈ കഷ്ണത്തിലൊന്ന് ചേർന്ന് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്നുകൂടെ ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിള വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കാച്ചിലസ്ത്രം തിളച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാച്ചിലസ്ത്രമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം പഴയകാല ഒരു വിഭവമാണ് ഈ കാച്ചിലസ്ത്രം. അപ്പം ചിലരൊക്കെ ഇതിനകത്ത് പുളി ഒഴിക്കും, പക്ഷേ ഞങ്ങളുടെ നാട്ടിലോട്ട് ഇതിന് പുളി ഒഴിച്ച് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ കഞ്ഞിക്കും ചോറിനും ഒക്കെ ഇത് നന്നായിട്ട് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഇപ്പം വെറുതെ കഴിക്കാൻ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് വെറുതെ പ്ലേറ്റിനകത്തൊക്കെ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഈ കാച്ചിലസ്ത്രം. നമ്മുടെ കാച്ചിലസ്ത്രമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് കടുക് വറുക്കാനുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട്. അതിന് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തൊന്ന് വേവുന്ന നേരത്തെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കടുക് വറുക്കാനുള്ളതാണ്, കടുക് താളിക്കാനുള്ളത്. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാ തിരുമ്മിയത് എടുത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ മാത്രം മതി, അധികം ഒന്നും വേണ്ട. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ, നമുക്ക് ആ തവിയോട്ട് തന്നെയാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, 1 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ പച്ച തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേനും. ഇനി നമുക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് നമ്മളത് ഒഴിച്ച് കൊടുക്കുകയാണ്. മുഴുവനും ഞാൻ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അസ്ത്രം നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് തന്നെ ഒന്ന് കുറുകി വരും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴയ കാലത്തെ ഒരു നല്ലൊരു കാച്ചിലസ്ത്രമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ഒത്തിരി പേസ്റ്റ് പോലെ അരയ്ക്കാതെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഉപ്പുമൊക്കെ ഇതിന് കറക്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്കിനി ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ കാച്ചിലസ്ത്രം നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വിളമ്പുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റുവാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു കറിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, കാരണം ഇതിനകത്ത് അധികം എരിവും ഒന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു കറിയാണിത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് ഓളം ആക്കി കൊടുത്താൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് പെട്ടെന്ന് അറിയാനും പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അസ്ത്രം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.